താങ്കളുടെ ഭർത്താവ് പ്രവാസിയല്ലേ? പ്രവാസിയാണ്. ഇനി ഞാൻ എന്തോന്ന് മറുപടി പറയാം. നമ്മുടെ പാവങ്ങളുടെ കോടതിയാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആദ്യം നീതി നിഷേധിച്ചു. അപ്പോൾ ഞാൻ അതിന് 28-ാം തീയതി രാത്രി മുതലായിരുന്നു മെസ്സേജ് വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ബ്ലോക്ക് ചെയ്തു. അതിനകത്ത് കയറി ഇത് ചെയ്തതാണെന്ന് അവൻ അവിടെ വെച്ച് സമ്മതിച്ചു. അപ്പോൾ ഇവൾ അതിലിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ മെസ്സേജ് വരുമ്പോഴും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്തോന്നും വെച്ച്. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യണം, ഞങ്ങൾ ബ്ലോക്ക് ചെയ്തോളാം, ആരോ കളിപ്പിക്കുന്നതാണ്. അപ്പോൾ 1-ാം തീയതി ചേച്ചി അറിയുകയും പിന്നീട് അതിന് ശേഷം ഞാൻ ജാനുവരി 28-ാം തീയതി മുതലാണ് എൻ്റെ ഫോണിൽ ഇതുപോലെ അശ്ലീല മെസ്സേജുകളും ഫോൺ കോളുകളും വരണം. അപ്പോൾ ഫോണെല്ലാം എനിക്ക് ഹിന്ദിയിലായതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല തിരിച്ച് വിളിച്ചപ്പോൾ അൺനോൺ നമ്പർ എന്നാണ് കാണിക്കുന്നത്. സാറ് സൈബറിൽ പോയപ്പോൾ ആ സാറ് സൈറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബാൻ ചെയ്തത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്വന്തം സുഹൃത്ത് തന്നെ, അതും കൂടപ്പിറപ്പിനെ പോലെ കരുതിയൊരു സുഹൃത്ത് തൻ്റെ ഒരു ഫോട്ടോ ദുരുപയോഗം ചെയ്തു. നിരവധി കോളുകൾ തനിക്ക് പോലും പരിചയമില്ലാത്ത പല കോണിൽ നിന്നും, എന്തിന് ഇന്ത്യക്ക് പുറത്തു നിന്നും കോള് വരുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് തൻ്റെ ഫോട്ടോ നമ്മുടെ രാജ്യത്തിൽ തന്നെ ബാൻ ചെയ്ത ഒരു ഗ്രൂപ്പിൽ ഉണ്ട് എന്ന്. തേടിപ്പോയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പിക്കുന്ന വിവരം അറിഞ്ഞത് സ്വന്തം സുഹൃത്ത് തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തൊരു വാർത്തയാണ്. ഇപ്പോഴിതാ ആ വാർത്തയിൽ തെളിവുകളെല്ലാം കൊടുത്തിട്ടും ഡിവൈഎസ്പി അനിലിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചിട്ടും പ്രതിയെ വെറുതെ വിട്ടിരിക്കുകയാണ്, തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ യുവതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വാർത്തകളിലെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ തെളിവുകളില്ലെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചിക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് കഥ മെനഞ്ഞെടുക്കേണ്ട കാര്യമില്ല, സ്വന്തം മാനത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. പക്ഷേ എന്നിട്ടും തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു പ്രതിയെ. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ? ഇനി ഞാൻ എന്തോന്ന് മറുപടി പറയാം. നമ്മുടെ പാവങ്ങളുടെ കോടതിയാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആദ്യം നീതി നിഷേധിച്ചു. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയാണ് മുകളിലോട്ടേക്ക് പോയത്. അപ്പം അവിടുന്ന് ആ കേസ് ഇങ്ങോട്ട് തന്നെയാണ് ഫോർവേഡ് ചെയ്തത്, കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ്. ഇപ്പോഴും എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മൾ 8 പേരെയും, ഈ സർക്കിളിലുണ്ടായിരുന്ന 8 പേരെയും അവർ ചോദ്യം ചെയ്തു. എല്ലാവരുടെ മൊഴിയും ഞാൻ കൊടുത്ത മൊഴിയുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. എന്നിട്ട് പോലും പുള്ളിക്കാരനെ ഇത്രയും നേരമായി, മെനഞ്ഞാന്ന് രാത്രി FIR ഇട്ടതാണ്, കേസ് ഫയൽ ചെയ്തതാണ്. അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയോ കസ്റ്റഡിയിൽ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് പുള്ളിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി ഞാൻ ആരടുത്താണ് പോകേണ്ടത്? അപ്പോൾ നമുക്ക് നീതി തരേണ്ടവർ നിഷേധിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ 1-ാം തീയതി ചേച്ചി അറിയുകയും പിന്നീട് അതിന് ശേഷം ഞാൻ ജാനുവരി 28-ാം തീയതി മുതലാണ് എൻ്റെ ഫോണിൽ ഇതുപോലെ അശ്ലീല മെസ്സേജുകളും ഫോൺ കോളുകളും വരണം. അപ്പോൾ ഫോണെല്ലാം എനിക്ക് ഹിന്ദിയിലായതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല തിരിച്ച് വിളിച്ചപ്പോൾ അൺനോൺ നമ്പർ എന്നാണ് കാണിക്കുന്നത്. വാട്സപ്പിലാണ് മെസ്സേജും വീഡിയോസൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആദ്യം രാവിലെ ആയിരുന്നു, രാത്രിയായിരുന്നു ഈ ആദ്യ മെസ്സേജ് വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒരു ഫോൺ മുതലായിരുന്നു? 28-ാം തീയതി രാത്രി മുതലായിരുന്നു മെസ്സേജ് വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ബ്ലോക്ക് ചെയ്തു, ആരോ കളിപ്പിക്കുന്നതാണെന്ന്. അപ്പോൾ 28-ാം തീയതി അന്ന് രാത്രി തന്നെ ഒരു ഡേവിഡ് എന്ന് പറയുന്ന ആൾ, ഐ ആം കമ്മിങ് ഫ്രം കേരള എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇയാളുടെ നമ്പർ ഏതെങ്കിലും സൈറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 30-ാം തീയതി പുള്ളിക്കാരൻ വീണ്ടും എൻ്റെ അടുത്ത് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു. ആ ദിവസങ്ങളെല്ലാം മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. കൂടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞില്ല, ഞാൻ ആരടുത്തും പറഞ്ഞില്ല. പക്ഷെ മോൾ ആ ഫോണിലാണ് പഠിക്കുന്നത്, 10-ാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. പ്രീ മോഡൽ എക്സാം നടക്കുകയായിരുന്നു കുട്ടിക്ക്. അപ്പോൾ ഇവൾ അതിലിരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ മെസ്സേജ് വരുമ്പോഴും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത് എന്തോന്നും വെച്ച്. അപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യണം, ഞങ്ങൾ ബ്ലോക്ക് ചെയ്തോളാം, ആരോ കളിപ്പിക്കുന്നതാണ്. കുട്ടിക്കറിയാമല്ലോ, 16 വയസ്സായ കുട്ടിക്ക് ഈ ഇത് വായിക്കാൻ അറിഞ്ഞൂടാത്തതല്ലല്ലോ. അങ്ങനെ അന്ന് 30-ാം തീയതി ഈ ഡേവിഡ് എന്ന് പറയുന്ന ആൾ തന്നെ വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു ഇയാളുടെ നമ്പർ ഏതെങ്കിലും സൈറ്റിലിട്ടിട്ടുണ്ടോ. അപ്പോൾ ഈ 2 ദിവസത്തെ ആ ഒരു കാര്യങ്ങളും ഈ സൈറ്റിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പുള്ളിക്കാരനോട് അങ്ങോട്ട് ചാറ്റ് ചെയ്തു. എന്താണ് കാര്യം, 2-3 ദിവസം കൊണ്ട് എനിക്ക് ഇതുപോലെ ഇതൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞാൻ പിന്നെ അറിഞ്ഞുകൂടാ, അതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ പുള്ളി എനിക്ക് റിപ്ലൈ തന്നു, ഇതുപോലെ പ്രോൺ സൈറ്റിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കണ്ടു, ഞാനും സെക്സിന് വേണ്ടി തന്നെയാണ് വിളിച്ചത്, മെസ്സേജ് ഇട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെയോ ആരോ എന്നെ ചതിച്ചതാണ്, ഒരു സഹോദരിയെ പോലെ കണ്ടിട്ട് എന്താണോ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തന്നു പറഞ്ഞു. അങ്ങനെയാണ് എന്തോ ആ മനുഷ്യൻ നല്ലൊരു ആൾ, ആ പുള്ളിക്കാരൻ തന്നെയാണ് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു സ്ക്രീൻഷോട്ടോ ലിങ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് തരാം. അങ്ങനെ ഞാൻ പുള്ളിയെ പറഞ്ഞതനുസരിച്ച് ആദ്യം സ്ക്രീൻഷോട്ട് ഇട്ടു. രണ്ടാമത് എനിക്ക് ലിങ്ക് ഇട്ട് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ലിങ്കിൽ നമുക്ക് ഡയറക്റ്റ് കയറാൻ പറ്റില്ല, ഇന്ത്യയിൽ ബാൻ ചെയ്ത സൈറ്റാണ്, VPN എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കയറാൻ പറ്റും. എന്നാണ് ഈ VPN എന്തെന്ന് പോലെ ഞാൻ കേൾക്കുന്നത്. എത്രയും പെട്ടെന്ന് സൈബറിലോ സ്റ്റേഷനിലോ പരാതി കൊടുക്കുക, എന്നെങ്കിലേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ സൈറ്റിനകത്ത് കയറി റിപ്പോർട്ട് അടിക്കണം. അപ്പോൾ ഈ സൈറ്റിൽ കയറണമെങ്കിൽ VPN വേണമല്ലോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ എന്ത് ചെയ്തു, ആദ്യം കാട്ടാട് സ്റ്റേഷനിൽ പോയി,
31-ാം തീയതി സ്റ്റേഷനിൽ പോയപ്പോൾ SIയോ CIയോ ആരുമില്ല. അങ്ങനെ ഞാൻ അവിടെ DYSP ഓഫീസിലിരിക്കുന്ന ഒരു സാറിന് ഈ പരാതി കാണിച്ചപ്പോൾ സാറിൻ്റെ പറഞ്ഞു ഇവിടുന്ന് പരാതി എടുത്താലും ഡയറക്റ്റ് സൈബറിലേക്കാണ് പോകുന്നത്, ഇയാളുടെ അങ്ങ് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ സാറിൻ്റെ വാക്കും കേട്ട് 31-ാം തീയതി സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ ഈ സൈറ്റിൽ കയറി നോക്കിയപ്പം ഈ പറയുന്ന പോലെ എൻ്റെ പേരിൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ, അതായത് എൻ്റെ സ്ഥലം ഏതാണ് അതുവരെ ഉൾപ്പെടുത്തി, പിന്നെ എൻ്റെ ഫോട്ടോ, പിന്നെ അതിൻ്റെ ആ ഡിസ്ക്രിപ്ഷൻസ് അത് വായിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മരിക്കാൻ തോന്നും. ഒരു പെണ്ണിൻ്റെ അടുത്തും അത്രയും രീതിയിൽ എഴുതാൻ പാടില്ല. അത് താങ്കളുടെ ഭർത്താവ് പ്രവാസിയല്ലേ? പ്രവാസിയാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നോ ആദ്യ തുടക്ക സമയത്ത്? ഇത് ഞാൻ പറഞ്ഞായിരുന്നു, അന്ന് രാത്രി തന്നെ മച്ചറി ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നത്. പുള്ളി എൻ്റെ പറഞ്ഞ് കൂടെ ഉണ്ട്, നീ ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങും. പിന്നെ ഞാൻ എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരിയുടെ ഭർത്താക്കന്മാരെയൊക്കെ അറിയിച്ച്, അപ്പോൾ അവർ പറഞ്ഞ് മുന്നോട്ട് പോവുക, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ അന്ന് സാറ് സൈബറിൽ പോയപ്പോൾ ആ സാറ് സൈറ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബാൻ ചെയ്തത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇന്ത്യക്ക് പുറത്താണ്, റിക്വസ്റ്റ് കൊടുക്കാം, റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമേ റിക്വസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു VPN എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. വീട്ടിൽ വന്ന് ഞാൻ VPN എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ഈ ലിങ്കിൽ കയറി. അപ്പോൾ ലിങ്കിൽ കയറിയപ്പം എനിക്ക് ഇതേപോലെ തന്നെ ആ സാർ കാണിച്ചെന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ അപ്പോഴും എനിക്കൊരു സംശയം, ഈ ഫോട്ടോ അതെങ്ങനെയാണ് എൻ്റെതാണോ? അവിടെ അവർ കാണിച്ചപ്പോൾ എനിക്ക് അത്ര വ്യക്തത തോന്നിയില്ല. ഞാൻ ലിങ്കിനകത്ത് കയറി നോക്കിയപ്പോൾ ആ ഫോട്ടോ ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ സൂം ചെയ്തപ്പോഴാണ് എൻ്റെ കൂട്ടുകാരെനിക്ക് ചെന്ന ചതി എനിക്കപ്പം മനസ്സിലായത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ കല്യാണ സമയത്ത് ഞങ്ങൾ 8 പേര് അവളെ സഹായിക്കാൻ പോയതാണ് ആ വീട് പെയിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അവിടെ വെച്ചെടുത്ത ഫോട്ടോ എടുത്ത് ആ കുട്ടിയുടെ സെറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ കൂട്ടുകാരൻ തൊട്ടടുത്തിരിക്കുന്ന അവൻ്റെ ഷർട്ടിൻ്റെ ഷെയ്ഡിങ്ങൊക്കെ, അതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം? അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ കാട്ടാട് സ്റ്റേഷനിൽ പോയി ഞാനിതുപോലെ എനിക്ക് 8 പേര് ഇവരെല്ലാവരും ഒരാളാണ് ചെയ്തതെന്നും പറഞ്ഞ് ഞാൻ CIയെ നേരിട്ട് കണ്ട് കരഞ്ഞാണ് മറുപടി പറഞ്ഞ സമയത്ത്. അല്ലെങ്കിൽ ഭയങ്കര നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങളായിരുന്നു നിങ്ങൾക്ക് വാട്സാപ്പിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വന്ന സമയത്ത് തന്നെ ചേച്ചി ആരോടും ഡിസ്കസ് ചെയ്തൊന്നുമില്ല, പറഞ്ഞില്ല, ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ആരോടൊന്നും പറയാൻ നിന്നില്ല. പല രീതിയിൽ പല തെറ്റിദ്ധാരണ വരുമല്ലോ. പക്ഷേ ഇന്നലെ പിന്നീട് ചേച്ചിക്കൊരു മനസ്സിലായല്ലോ ഇതിൽ നിന്നാണ് ഇങ്ങനെ പോയത്. അപ്പോൾ ഗ്രൂപ്പിലോട് ചർച്ച ചെയ്യാൻ നിന്നോ? അത് ഈ 1-ാം തീയതി ഞാൻ ഇതുപോലെ സ്റ്റേഷനിൽ CIക്ക് പെറ്റീഷൻ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സാർ ഇത് ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ്, എന്താണ് ചെയ്യേണ്ടത്? അപ്പം എൻ്റെ അടുത്ത് സാറ് പറഞ്ഞ് അഡ്മിൻസിൻ്റെ അടുത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞാണ് എന്നെ സാറ് വിട്ടത്. CI സാറ് ഇതേ പെറ്റീഷൻ തന്നെ 1-ാം തീയതി ഞാൻ സൈബറിൽ കൊണ്ട് കൊടുത്തു. ഈ 8 പേരെ എനിക്ക് സംശയമുണ്ട്. അതിൽ പ്രധാനമായിട്ട് എനിക്ക് സംശയം ഫയാസ് എന്ന് പറയുന്ന വ്യക്തിയെ തന്നെയായിരുന്നു. കാരണം പുള്ളിയും ഞാനും തമ്മിൽ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങൾ തമ്മിലൊരു വഴക്കിൻ്റെ പുറത്ത് ഞാൻ ഗ്രൂപ്പിന് പുറത്താണ്. പക്ഷേ ഇത്രയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ ഇത്രയും ഒരു വൈരാഗ്യം, ഈ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആദ്യം ഗ്രൂപ്പ് അഡ്മിൻസിനെ അറിയിച്ചു, ഇതേപോലെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത് ഇങ്ങനെ ഒരു സൈറ്റിൽ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഗ്രൂപ്പ് അഡ്മിൻസ് എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ 8 പേരെയും അതുപോലെ ഗ്രൂപ്പ് അഡ്മിൻസ് എല്ലാം കൂടെ ചേർന്ന് ഒരു വീട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് പോലെ നടത്തി. അവിടെ വെച്ചിട്ട് ഗ്രൂപ്പിൽ അഡ്മിൻ തന്നെ പറഞ്ഞു ഈ ഫോട്ടോ നമ്മളെ കൂട്ടുകാരിയുടെ വീട്ടിൽ വെച്ചെടുത്തതാണ്, കൂട്ടുകാരിയുടെ ഫോണിൽ നിന്ന്. ഈ ഫോട്ടോ എങ്ങനെ പോയി എന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരി ആദ്യമൊക്കെ ഒന്ന് പരിങ്ങിയെങ്കിലും പിന്നീട് പറഞ്ഞ് ഞാൻ രണ്ടാമത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇട്ട് കൊടുത്തു. അവൾ പറഞ്ഞു ഈ ഫയാസ് ആ കുട്ടിയുടെ അടുത്ത് ആവശ്യപ്പെട്ടതുകൊണ്ട് ഈ ഫോട്ടോ ഇട്ട് കൊടുത്തതാണ്. പിന്നെ എൻ്റെ സംശയം അവിടെ ഉറപ്പാവുകയാണ് ചെയ്തത്. എല്ലാവർക്കും അവിടെ നിന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിയമവുമായിട്ട് മുന്നോട്ട് പോകും, ഞാൻ നാളെ സ്റ്റേഷനിൽ പോകും, നിങ്ങൾക്ക് ഗ്രൂപ്പുകാർക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേന്ന് ഞാൻ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഈ ഗ്രൂപ്പ് അഡ്മിൻ എന്നെ വിളിക്കുന്നു, പുള്ളിയുടെ വീട് വരെ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്, നമുക്ക് ഒരുമിച്ച് സ്റ്റേഷനിലേക്ക് പോകാമെന്ന്. അങ്ങനെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ ഫയാസിൻ്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ ഫോട്ടോ പ്രചരിപ്പിച്ച ആ വ്യക്തിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി എൻ്റെ കാലിൽ വീഴുന്നങ്ങ് മാപ്പ് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ചെയ്യാത്ത തെറ്റിന് നീ മാപ്പ് പറയണ്ട. അപ്പം പറഞ്ഞില്ല ഞാനാണ് ചെയ്തത്, എനിക്ക് നിൻ്റെ അടുത്ത് അപ്പോഴുള്ള ഒരു ദേഷ്യം കൊണ്ട് ഞാൻ കണ്ണിൽ കണ്ട സൈറ്റിൽ ഞാൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞങ്ങ് മാപ്പ് പറയാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈഫ് ഓടാനൊക്കെ നോക്കി, ആത്മഹത്യ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്ന പോലെ.
ഞാൻ പറഞ്ഞില്ല, എന്തായാലും ഞാൻ നിയമമായിട്ട് മുന്നോട്ട് പോകും, നീ ഇനി ആരുടെ കാണിക്കരുത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി. ഗ്രൂപ്പ് അഡ്മിൻ തന്നെ ബാക്കി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ചു വരുത്തി. ഗ്രൂപ്പിലെ ഈ 8 പേരെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ചെല്ലാം ഇവൻ തുറന്ന് സമ്മതിച്ചു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഇവൻ്റെ ഫോണിൽ നിന്ന് തന്നെ VPN എന്ന് പറയുന്ന ഇതിനകത്ത് കയറി ഏതോ ഒരു രാജ്യം സെലക്ട് ചെയ്ത്, സുഡാൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, സുഡാൻ ആണ് പറഞ്ഞതാണ്, അതിനകത്ത് കയറി ഇത് ചെയ്തതാണെന്ന് അവൻ അവിടെ വെച്ച് സമ്മതിച്ചു. പിറ്റേന്ന് സ്റ്റേഷനിൽ 6-ാം തീയതി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴും അവിടെ വെച്ച് അവൻ അങ്ങ് നിഷേധിച്ചു. ഈ ഗ്രൂപ്പ് അഡ്മിൻ അതുവരെ ആ സമയം 10 മണി വരെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെല്ലാവരും നിന്നോടൊപ്പമാണ് എന്ന് പറഞ്ഞ് ഈ ഗ്രൂപ്പ് അഡ്മിൻ തന്നെ അവിടെ CAയുടെ മുമ്പിലെത്തി അതങ്ങ് എന്നെ തെറ്റുകാരിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇത് കേട്ട് CA എൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. ആ പുള്ളിക്കാരൻ്റെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ചോദിച്ചത്, നീയാണോ ഇത് ചെയ്തത്? അപ്പോൾ അവൻ പറഞ്ഞില്ല സാർ, ഞാൻ ചെയ്തില്ല. പെൺകുട്ടികളുടെ അടുത്തും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഫോട്ടോ ഫോർവേഡ് ചെയ്തു, ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. ഉടനെ CA എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ കൂട്ടുകാരാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്, പറഞ്ഞു തീർത്ത് സെറ്റിൽമെൻറ്റ് ചെയ്ത് പോകണമല്ലേ നല്ലത്. സെറ്റിൽമെൻറ്റാണെങ്കിൽ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യം. ഞാൻ ഉടനെ പറഞ്ഞില്ല സാർ, ഞാൻ നിയമപരമായിട്ടേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇയാൾ പെട്ട ദേഷ്യം വന്നിട്ട് സൈബർ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞത് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഒരു പോലീസുകാരൻ്റെ അടുത്ത്. ഞാൻ ആ സ്പോട്ടിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ എനിക്ക് നിഷേധിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് പോലും യാത്ര പറയാതെയാണ് ഞാൻ നേരെ SP ഓഫീസിൽ പോയി മാഡത്തിനെ കണ്ട് ഞാൻ ഡയറക്റ്റ് പരാതി കൊടുത്തു. അപ്പോഴും അവിടെയാണ് വീണ്ടും ചതി. മാഡം ഇങ്ങോട്ട് കാട്ടാടയ്ക്ക് തന്നെയാണ് ഇത് ഫോർവേഡ് ചെയ്തത്. എനിക്ക് മനസ്സിലായി അവിടെയും നീതി കിട്ടില്ല. അങ്ങനെയാണ് എൻ്റെ സഹോദരി ഭർത്താവ് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾ ബാക്കി മീഡിയാസിനെ അറിയിച്ചു. പക്ഷേ വലിയൊരു താങ്ക്സ് പറയാനുള്ള മീഡിയാസിൻ്റെ അടുത്താണ്. ഇത്രയും അവർ ഉറങ്ങിക്കിടന്നവരെ ഉണർത്തിയത് മീഡിയ തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു ഇടപെടലും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. പിന്നെ അന്ന് രാത്രി സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് തന്നെ വിളിച്ചു ന്യൂസ് കണ്ടിട്ട് അവർ കേസ് സ്വമേധ എടുക്കുകയാണെന്ന് പറഞ്ഞു. പിറ്റേന്ന് DGPക്കും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 8 പേരുടെ പേരിൽ കേസെടുത്തത്. ഇപ്പോൾ ഈ 8 പേരുടെ പേരിൽ കേസെടുക്കുകയും അവർക്ക് നോട്ടീസ് അയച്ച് അവരെ പിന്നീട് ഓഫീസിൽ വിളിച്ചു വരുത്തുകയും ചേച്ചിയുടെ മൊഴി എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കയ്യിലുള്ള തെളിവുകളെല്ലാം നൽകുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്, അതല്ല ആ വ്യക്തിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് അപ്പോൾ അതിനോട് പ്രതികരിച്ചത്? ഈ പ്രത്യേകിച്ചും DYSPയോട് ചോദിച്ചപ്പോൾ എന്താണ് മനസ്സിലായത്? DYSP എൻ്റെ അടുത്ത്, ഞാനിന്ന് രാവിലെ സാറിനെ വിളിച്ചായിരുന്നു. സാർ ഇന്നലെ ഇവിടെ മൊഴിയെടുക്കാൻ വേണ്ടി തലേ ദിവസം വന്നായിരുന്നു DYSP. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇയാൾ സമാധാനപ്പെടുക കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരി ഇന്ന് രാവിലെ ഞാൻ DYSP വിളിച്ചപ്പം വളരെ സ്നേഹത്തോടെയാണ് പറഞ്ഞത്, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അയച്ചിട്ടുണ്ട്, അവിടുത്തെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ബാക്കിയുള്ളവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു പുള്ളിക്കാരനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടെന്ന്. ഞാൻ സാറിനെ വീണ്ടും വിളിച്ചപ്പോൾ സാറ് വലിയ നേരത്തെ സംസാരിച്ച അവർ തോന്നില്ല, ഇച്ചിരി ദേഷ്യത്തിൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇയാളുടെ അടുത്ത് നോട്ടീസ് അയച്ചിട്ടുണ്ട്, വേറെ പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി പോയത്. സ്റ്റേഷൻ ജാമ്യം കൊടുത്തു. സ്റ്റേഷൻ ജാമ്യം എന്ന് പറഞ്ഞില്ല, പുള്ളിയെ വിട്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കണം, ഞാനിനി എന്ത് ചെയ്യണം? അതിന് മറുപടിയില്ല, കട്ട് ചെയ്തു. ഇനി ഞാൻ ആരുടെ അടുത്ത് പോകണം? എനിക്ക് നീതി തരാനുള്ളവർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ ഇതുപോലെ എനിക്ക് ഇന്ന് പറ്റിയത് നാളെ വേറെ പെൺകുട്ടികൾക്ക് പറ്റൂലേ? അതായത് ഇപ്പോൾ താങ്കളുടെ ഫോട്ടോ ഇട്ട ഈ വ്യക്തിക്ക് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ നല്ല പിടിപാടുള്ള ആളാണോ? ഇനി അതുകൊണ്ട് അല്ല, പുള്ളിക്കാരൻ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പുള്ളിക്കാരൻ അതിൽ നിന്ന് രാജിവെച്ച് മാറി. പിന്നെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അന്നന്ന് ജീവിക്കുന്നവനാണ്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വർക്കുണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കില്ല. സാമ്പത്തികമായിട്ട് അത്ര മുന്നോക്കമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈ സുഹൃത്ത്, അതായത് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ എന്ന് പറയുന്ന ആളാണ് പുള്ളിക്ക്, അന്ന് എനിക്കത് മനസ്സിലായ സ്റ്റേഷനിൽ വെച്ച് അത് മനസ്സിലായി. പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും ആ ആളായിരിക്കണം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നു. സ്വാധീനം തന്നെയാണ്. എന്നെ പൊതുവേ സംസാരം കാട്ടാക്കട സ്റ്റേഷൻ ഭരിക്കുന്നത് ഈ വ്യക്തിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ മീഡിയയിലൊക്കെ വാർത്ത വന്നു, വീണ്ടും കൂടുതൽ ചർച്ചയായി വിഷയം. പിന്നീട് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം വരെയായി. പക്ഷേ എന്നാലും ചേച്ചി എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണമെന്ന് നിരന്തരമായിട്ടുള്ള മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? അങ്ങനെയൊന്നും വന്നില്ല. ഈ ഗ്രൂപ്പ് അഡ്മിൻ മാത്രമേ എൻ്റെ അടുത്ത്, അന്ന് അവരുടെ വീട്ടിൽ വെച്ച് ബാക്കി എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സും എൻ്റെ അടുത്ത് മാപ്പ് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പം നീ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജീവിതം 3 മരണം ഒഴിവാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അവന് ഗൾഫിൽ പോകാനുള്ളതൊക്കെ റെഡിയായി, അവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോണതിൻ്റെ തലേ ദിവസം ഈ പറയുന്ന എൻ്റെ ആ സുഹൃത്ത്, ഈ അഡ്മിൻ
പുള്ളിക്കാരൻ രാത്രി എന്നെ വിളിച്ചിട്ട് ആദ്യം കുറേ ദേഷ്യപ്പെട്ടു. അവന് മാപ്പ് കൊടുക്കാത്തതിൻ്റെ പേരിലും ഇവൻ നാളെ സ്റ്റേഷനിൽ പോകരുതെന്നുള്ള രീതിയിലും അത് കഴിഞ്ഞ് കരയും പോലെ സംസാരിച്ച്, അവൻ പാവമല്ലേ, നിൻ്റെ കാല് പിടിച്ചിട്ട് നീ അവൻ്റെ നെറുകെ ചവിട്ടുന്നതാണ് കാണിച്ചത്, അവനൊരു തവണ മാപ്പ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ അവന് 7 സെൻറ്റ് സ്ഥലം എന്തോ ഉണ്ടോ, അത് ഈ ഫയാസ് എന്ന വ്യക്തി ഈ അഡ്മിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അതെങ്കിലും കൊടുക്കാനില്ല, അവളുടെ അടുത്ത് നിന്ന് പിന്മാറാനൊന്ന് പറഞ്ഞു. അതൊക്കെ എൻ്റെ അടുത്ത് റെക്കോർഡുണ്ട്, ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ വോയിസ് ഇന്നലെ DYSP സാറിനെ കേൾപ്പിച്ചതാണ്. ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഇത് കേട്ടിട്ടും ഇങ്ങനെ ഒരു നിലപാട് എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രമാത്രം തെളിവുകൾ പോലീസ് കണ്ടെത്തി കൊടുക്കേണ്ട തെളിവുകൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഇത്രയും കണ്ടെത്തി കൊടുത്തത്. എന്നിട്ടും പോലീസ് അവിടെ അനാസ്ഥ കാണിക്കുന്നു. റിപ്പോർട്ട് വന്നാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. 2 ദിവസം മിനിഞ്ഞാന്ന് രാത്രി അന്ന് രാത്രി അവർ ഇവിടെ എൻ്റെ മൊഴി എടുത്തുകൊണ്ട് പോയി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നിട്ടും ഇന്നലെ ഞാൻ രാവിലെ FIRൻ്റെ കോപ്പി വാങ്ങിക്കാൻ പോയിട്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ പുള്ളിക്കാരൻ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, ഫയാസ് എന്ന വ്യക്തി. എല്ലാം എന്തോ ഒന്ന് ജയിച്ച ഭാവമായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി, അവർ ജയിക്കുമെന്നുള്ളൊരു ഇതായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കേസ് വരെ രജിസ്റ്റർ ചെയ്തിട്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്യുകയോ കസ്റ്റഡിയിൽ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇന്നലെ വൈകുന്നേരമാണ് ഒരു ചോദ്യം ചെയ്യലും, അതും റൂറൽ SP ഓഫീസിൽ നിന്ന് വിളിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. എൻ്റെ വീട്ടിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്. ഇപ്പോഴെങ്ങനെയാണ് ഫോണിലേക്ക് അതേ നമ്പർ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നതും, ഇപ്പോഴെങ്ങനെയാണ് ആ ഫോണിലേക്ക് ഒരു വരുന്ന ഈ മോശം സന്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണോ? 31-ാം തീയതി ഞാൻ കൊടുത്ത റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം തീയതി സൈറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്. ബ്ലോക്കെല്ലാം അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് ഇതുപോലുള്ള മെസ്സേജുകളോ ഒന്നും വന്നിട്ടില്ല. ഒരു ചെറിയൊരു സൗഹൃദം, വലിയൊരു സൗഹൃദം ചെറിയൊരു വ്യക്തി വൈരാഗ്യത്തിൽ നിന്നും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു സ്വന്തം സുഹൃത്തിനെ തന്നെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടാണ്. പിന്നീട് അത് വരുന്നതും മനഃപൂർവ്വം ചെയ്തത് തരത്തിലേക്ക് തന്നെയാണ്. ഈ അമ്മയുടെ കണ്ണീര് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണല്ല ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങൾ. ഒരു ചെറിയ ഫോട്ടോ എടുത്തതിലൂടെ, അതും സ്വന്തം സുഹൃത്ത് അല്ലെങ്കിൽ സഹോദരൻ എന്ന് വിശ്വസിക്കുന്ന ആളുടെ ഒപ്പം ഫോട്ടോ എടുത്തതിൽ നിന്നും ഇത്രയും വലിയൊരു ചതിയിലേക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തൻ്റെ പക്കലുള്ള തെളിവുകൾ പോലീസിന് ഓരോ നിമിഷവും നൽകിയിട്ടും ഇങ്ങനെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു വലിയൊരു വീഴ്ചയെങ്കിൽ ഇനി ഈ അമ്മ അല്ലെങ്കിൽ ഇനി ഈ വീട്ടമ്മ ആരോടാണ് പറയേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? അതോ നേരത്തെ അയാൾ പറഞ്ഞ പോലെ തന്നെ മാപ്പ് നൽകി, ഇല്ലെങ്കിൽ നൽകിയ വാഗ്ദാനം അല്ലെങ്കിൽ 7 സെൻറ്റ് എന്ന വാഗ്ദാനം വാങ്ങി മിണ്ടാതെ വീട്ടിലിരിക്കണമോ? ഇനി എന്താണ് ഇവ ചെയ്യേണ്ടത്? പോലീസ് ഇതിനൊരു നടപടിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ നാളെ ഇതൊരു വലിയ രീതിയിലുള്ള മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഈ അമ്മയ്ക്ക് വലുത് അവരുടെ മാനം തന്നെയാണ്.